നമസ്കാരം രാഹുൽ. ഞാനും താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ അഭിരമിക്കുന്ന താങ്കളുടെയൊക്കെ ഫാനാണ് കേട്ടോ. താങ്കൾ ഇന്ന് പങ്കുവെച്ച ആ വീഡിയോ കണ്ടു. ഷാഫി പറമ്പിലിനെയും എം ലിജുവിനെയും KC വേണുഗോപാലിനെയും കുഴൽനാടനെയും ഒക്കെ വിമർശിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ താങ്കൾ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. താങ്കൾ പറയുന്നത് പോലെ ഇത് വെറും കല്ലേറല്ല. അല്ല രാഹുൽ, ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ നെഞ്ചിലെ തീയാണ്. ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? നൂലിൽ കെട്ടിയിറക്കിയ പോലെ ജനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നിയമസഭയ്ക്കകത്തേക്ക് കയറാൻ നോക്കിയ ആ ഒരു നീക്കമുണ്ടല്ലോ, അതിനെ ന്യായീകരിക്കാൻ ഷാഫിയും ലിജുവും പഴകുളം മധുവുമൊക്കെ കാണിച്ച ആ ഒരു വെമ്പലുണ്ടല്ലോ, അത് കണ്ടു നിൽക്കുന്ന അണികളുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ നാട്ടിലെ ജനകോടികൾ പിണറായി വിജയൻ എന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രതീകമാണ് VD സതീശൻ. ജനങ്ങളുടെ ഹൃദയത്തിലേറ്റിയ പ്രതിപുരുഷൻ. ആ സതീശനെ വെട്ടിനിരത്താൻ നോക്കിയാൽ അത് കോൺഗ്രസ് പ്രവർത്തകർ നോക്കി നിൽക്കുമെന്ന് താങ്കൾ കരുതിയോ? പഴയ തരികിട രാഷ്ട്രീയം ഇനി നടക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? രാഹുൽ, ഇത് പഴയ കാലമല്ല. നാലാം കിട രാഷ്ട്രീയക്കാരൻ്റെ തരികിട കളികൾ ജനങ്ങൾക്കും അണികൾക്കുമൊക്കെ ഇപ്പോൾ മനപ്പാടമാണ്. നേരെ വാ നേരെ പോ. ഈ രാഷ്ട്രീയമാണ് ഇനിയുള്ള കാലത്ത് സുതാര്യമായിരിക്കുക, വിജയിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രോപ്പർ ചാനലിലൂടെയാണ് KC വേണുഗോപാൽ VD സതീശൻ്റെ ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഒക്കെ പ്രോപ്പറായിട്ട് കയറി വന്നിരുന്നതെങ്കിൽ ഇതേ ജനം തന്നെ രണ്ട് കൈകളും നീട്ടി അവരെ സ്വീകരിച്ചേനെ. എന്തായാലും എത്ര വലിയ നേതാവായാലും ഈ കോലത്തിൽ വന്നാൽ അവർ പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ പരിഭവിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യവുമില്ല. മാത്യു കുഴൽനാടനാണെങ്കിൽ പോലും ജനപക്ഷത്ത് നിൽക്കാതെ കുറച്ചധികം ഇങ്ങനെ ചാടി നോക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജനം അദ്ദേഹത്തിനെതിരാകും. ഇതൊരു ജനകീയ കോടതിയാണ്. ഇവിടെ ഒരു അപരാധിയും രക്ഷപ്പെടില്ല രാഹുൽ. നിരപരാധിയാണെന്ന് താങ്കൾക്കുറപ്പുണ്ടെങ്കിൽ താങ്കൾക്കൊപ്പവും ഉണ്ടാകും ഇതേ ജനം. നേതാക്കൾ അണികളേക്കാൾ വലുതാണെന്ന് കരുതുന്ന ആ പഴയ ചിന്താഗതി നിങ്ങൾ മാറ്റണം. താങ്കളുടെ ഈ ആത്മരോഷം പോലും KC വേണുഗോപാലിന് വേണ്ടി അദ്ദേഹത്തിനുള്ള സമർപ്പണമാണെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ കുറ്റം പറയാൻ ഒക്കുമോ രാഹുൽ? അതുകൊണ്ട് രാഹുൽ, സ്വന്തം പാർട്ടിക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അണികളില്ലെങ്കിൽ നേതാക്കളില്ല, ജനങ്ങളില്ലെങ്കിൽ പ്രസ്ഥാനവുമില്ല. ഈ കാണുന്ന പ്രതിഷേധം കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെ ആത്മരോഷമാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്കാകില്ല. ജയ് ഹിന്ദ്.